ദൈവഭക്തി എന്ന പരിശുദ്ധാത്മദാനം. പ്രഭാഷകൻ 40:27. ദൈവഭക്തി അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ്. ഏത് മഹത്വത്തെയുംകാൾ നന്നായി അത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു. ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു. ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. ദൈവത്തോട് പുത്രസഹജമായ സ്നേഹം ജനിപ്പിക്കുന്ന ദാനമാണ് ദൈവഭക്തി. സ്വാഭാവികമായ സ്നേഹത്തെക്കാൾ ശക്തമായ ഈ സ്നേഹത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് ഇങ്ങനെ എഴുതി: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരികൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പുത്രസഹജമായ സ്നേഹം ഒരാൾക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിറയുമ്പോഴാണ്. റോമ 8:14 പറയുന്നു: ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. ദൈവാത്മാവ് മുഖേനയാണ് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. ദൈവത്തോട് സ്വന്തം പിതാവിനോട് എന്നതുപോലുള്ള സ്നേഹം വിശ്വാസികൾക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവ് വഴിയാണ്. യെശയ്യാ പ്രവാചകൻ പരിശുദ്ധാത്മാവിനെ ദൈവഭക്തിയുടെ ആത്മാവേ എന്ന് വിളിക്കുന്നുണ്ട്. സങ്കീർത്തനം 34:11 പറയുന്നു: മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ, ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. കർത്താവാണ് ദൈവഭക്തി നമ്മെ പരിശീലിപ്പിക്കുക. എന്താണ് ദൈവഭക്തി? സുഭാഷിതം 8:13 പറയുന്നു: ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു. ദൈവഭക്തി പരിശീലിക്കുന്നവൻ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കണം. സങ്കീർത്തനം 19:9. ദൈവഭക്തി നിർമ്മലമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണെന്നും ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണെന്നും വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. ദൈവഭക്തി ലഭിക്കുന്നവന് ജ്ഞാനത്തിന്റെ കവാടങ്ങൾ തുറന്നു കിട്ടുന്നു. ആർക്കാണ് ദൈവഭക്തി ലഭിക്കുക? വെള്ളി എന്ന പോലെ അതിനെ തേടുകയും നിഗൂഢ നിധി എന്ന പോലെ അന്വേഷിക്കുകയും ചെയ്യുക. അപ്പോൾ നീ ദൈവഭക്തി എന്തെന്ന് ഗ്രഹിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുകയും ചെയ്യുമെന്ന് സുഭാഷിതം 2:4 പറയുന്നു. ദൈവഭക്തി ലഭിക്കുന്നവർ യഥാർത്ഥ സ്നേഹജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഭൗതിക സൗകര്യങ്ങളുടെ കൂടുതലോ കുറവോ അവനെ സ്വാധീനിക്കുന്നില്ല. ദൈവഭക്തിയുള്ളവർക്ക് ദൈവത്തോട് പൂർണ്ണമായും വിശ്വസ്തരായിരിക്കാൻ കഴിയുന്നു. ദൈവഭക്തി ലഭിക്കുന്ന വ്യക്തിക്ക് ദൈവീക കാര്യങ്ങളിലും പ്രാർത്ഥനയിലും താല്പര്യവും ആനന്ദവും ഉണ്ടായിരിക്കും. ഈ ദാനമുള്ള വ്യക്തി എപ്പോഴും ദൈവഹിതം അന്വേഷിക്കുന്നു. എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞ ഈശോയെ മാതൃകയാക്കുന്നു. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് ഉദ്ഘോഷിച്ച വിശുദ്ധ പൗലോസും എൻ്റെ ജീവിതം ഒരു ദഹനബലിയായി സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച വിശുദ്ധ കൊച്ചുത്രേസ്യായും ദൈവഭക്തിയുടെ പാരമ്യത്തിൽ ജീവിച്ചവരാണ്. ദൈവഭക്തിയുടെ ജീവിതം നയിക്കണമെന്ന് വിശുദ്ധ പൗലോസ് തിമോത്തിയെയും തീത്തോസിനെയും ഉപദേശിക്കുന്നുണ്ട്. ദൈവഭക്തി എന്തിനേക്കാൾ ശക്തമാണെന്ന് ജ്ഞാനത്തിന്റെ പുസ്തകം പഠിപ്പിക്കുന്നു. ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് പ്രത്യാശയുള്ളവരായിരുന്നു മക്കബായർ. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടി പാപപരിഹാര കർമ്മം അവർ അനുഷ്ഠിച്ചു. സ്വന്തം ഭാര്യ കുറ്റപ്പെടുത്തിയപ്പോഴും ജോബ് ദൈവഭക്തിയിൽ ഉറച്ചു നിന്നു. ഭൂമിയും അതിലുള്ളവയും നശ്വരമാകയാൽ ക്രിസ്തുവിനെ കർത്താവായ ഹൃദയത്തിൽ പൂജിച്ചുകൊണ്ട് വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ ആയിരിക്കണമെന്ന് വിശുദ്ധ പത്രോസ് എഴുതിയിരിക്കുന്നു. ദൈവഭക്തിയെ പരാമർശിക്കുന്ന ഏതാനും വചനങ്ങൾ ശ്രദ്ധിക്കാം. ജോബ് 4:6. ദൈവഭക്തി മനസ്സിന് ബലം നൽകുന്നു. സങ്കീർത്തനം 9:10. ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം. സുഭാഷിതം 10:27. ദൈവഭക്തി ആയുസ് വർദ്ധിപ്പിക്കുന്നു. പ്രഭാഷകൻ 19:20. എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിൽ അടങ്ങുന്നു. പ്രഭാഷകൻ 25:6. അനുഭവ സമ്പത്ത് വയോധികന് കിരീടവും ദൈവഭക്തി അവന് അഭിമാനവുമാണ്. പ്രഭാഷകൻ 25:11.
ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിക്കുന്നു, അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധിയായ ദൈവമേ, അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് വരം തരണമേ. ദൈവഭക്തി എന്ന ദാനം ഞങ്ങളിൽ ഉജ്ജ്വലിപ്പിക്കുവാൻ ഉന്നതത്തിൽ നിന്ന് ഞങ്ങളുടെ മേൽ ആത്മാവിനെ വർഷിക്കണമേ. ദൈവഭക്തിയിൽ ഞങ്ങളെ ദൃഢപ്പെടുത്തണമേ. ആമേൻ. സുകൃത ജപം. പ്രിയ പരിശുദ്ധാത്മാവേ, ദൈവഭക്തി ഞങ്ങളെ പരിശീലിപ്പിക്കണമേ.